ഷാഡോ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതേപോലൊരു കാളവണ്ടി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കമ്പി എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വളച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ വീലിന് വേണ്ടിയിട്ട്. നമ്മൾ പ്ലെയർ സ്പാനറൊക്കെ വെച്ചിട്ടാണ് ഇതൊന്ന് വളച്ചെടുത്തത്. എന്നിട്ട് നമ്മൾ ആ എൻഡ് ടോയ് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടി സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഫുള്ള് പണിയുന്നത് ടോയ് നൂലും ഈ കമ്പി ഉപയോഗിച്ചിട്ടാണ് ഈ കാളവണ്ടി ഫുള്ള് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലത്തെ 2 പീസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 വീലിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ നമ്മളൊരു കമ്പി വളച്ചെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ വീലിൻ്റെ ക്രോസ് വെക്കാനുള്ള ചക്രം പോലെയില്ലേ, കാല് പോലെ വെക്കുന്ന ആ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതും നമ്മൾ ഈ ഷേപ്പിൽ ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ 2 സെറ്റ് വേണം നമ്മൾ ഒരു വീലിന് വേണ്ടിയിട്ട്. അതായത് 8 കാലുള്ള ഒരു ചക്രമാണ് നമ്മൾ പണിയുന്നത്. അത് നമ്മൾ ഇതേപോലെ റൗണ്ട് ഷേപ്പ് സെൻറ്റർ വരുന്ന ഭാഗത്തായിട്ട് വെച്ചിട്ട് അതും നമ്മളൊന്ന് ടോയ് നൂല് ഉപയോഗിച്ച് കെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് ആ റിങ്ങിലേക്കൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് നീളത്തിലാണ് ആ കമ്പി എടുത്ത് വെച്ചത്. അപ്പോൾ നമ്മൾ ബാലൻസ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ആ സെൻറ്ററിലെ ഹോള് കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതേപോലെ ചെറിയ പീസായിട്ട് ആ കാലിൻ്റെ ആ അളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ടോയ് നൂല് ഉപയോഗിച്ച് കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു കനം തോന്നിക്കാൻ വേണ്ടി, ചക്രത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇതിലൊരു റിങ്ങും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ചക്രത്തിൻ്റെ ഫുൾ റൗണ്ടിലെ കാട്ടി കുറച്ച് വലിപ്പത്തിൽ അത് നമ്മൾ ടോയ് നൂല് ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടിയെടുക്കും. അത് നമുക്ക് വണ്ണം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്, ആ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെറിയൊരു റിങ്ങായിട്ട് കമ്പി വളച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്, വീലിൻ്റെ ഇതേപോലെ സെൻറ്റർ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ക്രോസ് കമ്പി ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു നട്ടും കൂടി എടുത്ത് അതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് കമ്പി കിടന്ന് ആ വീൽ ഉരുളാൻ വേണ്ടി. അത് നമ്മൾ ഇതേപോലെ തന്നെ ടോയ് നൂല് ഉപയോഗിച്ച് അതിനകത്ത് കെട്ടി സെറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ വീല് 2 സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോഡി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 2 വീല് സെറ്റാക്കി. ഇനി നമുക്കിതിന് ക്രോസ് ഒരു കമ്പി ഇടണം. അപ്പോൾ ഒരു നീളത്തിലൊരു പീസ് കമ്പി കയറ്റി നമ്മൾ കയറ്റി ഇട്ടിട്ടുണ്ട്. ഇനി അതേ അളവിൽ വേറൊരു കമ്പി കൊണ്ട് എടുക്കുന്നുണ്ട്. ഈ ഷേപ്പിൽ നമ്മളൊന്ന് വളച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ 2 അറ്റവും. അതായത് ഈ വീലിനകത്ത് കിടക്കുന്ന രീതിയിൽ നമ്മളതൊന്ന് സെറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നീളത്തിൽ 2 കമ്പി എടുക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ബോഡി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബോഡിയുടെ അറ്റത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ സി ഷേപ്പിൽ 2 അറ്റത്തും ഇതേപോലെ നമ്മളൊന്ന് വളച്ചെടുത്തിട്ട് കെട്ടി വെക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ ഈ വലിയ സി ഷേപ്പിൽ വളച്ചെടുത്തിട്ട് ബോഡിയായിട്ട് വെക്കുന്നത്. അതിപ്പോൾ നമ്മളുടെ ഇതേപോലെ ഈ വീഡിയോ കാണുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അത് നമ്മൾ ടോയ് നൂല് ഉപയോഗിച്ച് തന്നെയാണ് കെട്ടി വെക്കുന്നത്. ഇതേപോലെ ഇത്രയും കെട്ടി വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ക്രോസായിട്ട് 2 കമ്പി ഒരു സൈഡിൽ ഇങ്ങനെ കെട്ടി വെക്കണം. അതും നമ്മൾ ഇതേപോലെ ടോയ് നൂല് ഉപയോഗിച്ച് തന്നെ കെട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ ബോഡിയിലേക്ക് സെറ്റ് ചെയ്യണം, ആ വീല് കിടക്കുന്ന ഭാഗത്തേക്ക് സെറ്റ് ചെയ്യണം. അത് നമ്മൾ ടോയ് നൂല് ഉപയോഗിച്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത്, നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് കറക്റ്റ് സെൻറ്ററിൽ ഇരിക്കുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ ആ വീലിൻ്റെ. അതും നമ്മൾ ഈ ടോയ് നൂല് ഉപയോഗിച്ച് തന്നെ കെട്ടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഈ വി ഷേപ്പ് കണക്കുള്ള 2 നീളത്തിലെ കമ്പി എടുക്കുന്നുണ്ട്. നമ്മൾ ഈ കാളെ കെട്ടുന്ന ആ ഒരു പോർഷൻ പോലെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ 2 നമ്മൾ കെട്ടിയത് കനത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതേപോലെ ചതുരത്തിലൊരു കമ്പി വളച്ച് ഈ ഫ്രണ്ടിൽ കെട്ടുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു ക്രോസ് കമ്പി വെച്ചിട്ട് ഇതിൽ ഒരു സൈഡിൽ 2 വെച്ചിട്ടുള്ള ഇതേപോലെ ചെറിയ പീസ് എടുത്ത് ക്രോസ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നമ്മൾ കെട്ടി വെക്കും. ഈ ഷേപ്പിൽ ഇത് നമ്മൾ അതിനകത്തിലേക്ക് കെട്ടി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാളവണ്ടിയുടെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കണം. നമ്മളിത് ഈ കോപ്പർ പെയിൻറ്റാണ് അടിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ പെയിൻ്റ് അടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സാധനം നല്ല ലുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.